പകൽക്കാലം വിശ്വസിച്ചവർ സ്നാനപ്പെടുവാനായി കടന്നുകൊണ്ടിരിക്കുന്നു. ഈ ജലാശയത്തെ ദൈവകരങ്ങൾക്ക് തന്നെ വിശുദ്ധീകരിക്കണം. ഇതിന്റെ അശുദ്ധിയെല്ലാം മാറ്റി ദൈവനാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി ഇന്ന് പകൽക്കാലം പാപത്തെ കുഴിച്ചിടുന്ന ആമേ ക്രിസ്തുവിന്റെ മരണത്തോടെ ഏകീഭവിക്കുന്ന പുനരുദ്ധാനത്തിന്റെ സാധനത്തോട് ഏകീഭവിക്കുന്ന ഹല്ലേലൂയ സ്നാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും അത് കാണുവാനും അത് ചെയ്യുവാനുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ അവിടുത്തെ പൊന്നുകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ നാമത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി ഞങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. സ്നാനാർത്ഥികളെ ഓരോരുത്തരെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ആമേൻ സുവിശേഷത്തിന്റെ മർമ്മം ഞങ്ങൾക്ക് വെളിപ്പെട്ടതുകൊണ്ടും അത് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്നുള്ള തിരുവെഴുത്തിൻ പ്രകാരം കർത്താവേ ഇന്ന് പകൽക്കാലം ഞങ്ങൾ സ്നാനത്തിനായി കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഏവരെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു, ജലാശയത്തെ ഏൽപ്പിക്കുന്നു. പുത്രനും പിതാവും ഹല്ലേലൂയ പരിശുദ്ധാത്മാവും പൂർണ്ണമായ നിലവാരത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾക്കും സന്തോഷിക്കാൻ വകയുണ്ടെന്നുള്ള ആമേ പൂർണ്ണ ഉദ്ദേശത്തോടു കൂടി വിശ്വാസത്തോടും കൂടി ഈ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുവാൻ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മത്തായി സുവിശേഷം 28 അധ്യായം. எனக்கு கொடுக்கப்பட்டிருக்கிறது. ஆகையால் நீங்கள் புறப்பட்டு போய் சகல ஜாதிகளையும் சீஷராக்கி பிதா குமாரன் பரிசுத்தாவின் நாமத்தினாலே அவர்களுக்கு ஞானஸ்நானம் கொடுத்து நான் உங்களுக்கு கட்டளையிட்ட யாவையும் அவர்கள் கைக்கொள்ளும்படி அவர்களுக்கு உபதேசம் பண்ணுங்கள். இதோ உலகத்தின் முடிவு பரியந்தம் சகல நாட்களிலும் நான் உங்களோடனே கூட இருக்கிறேன் என்றார். ஆமென். மத்தாയി സുവിശേഷം 3:13 മുതൽ വായിക്കാം. மத்தேயு 3:13 മുതൽ. அப்பொழுது யோவானால் ஞானஸ்நானம் பெறுவதற்கு இயேசு கலிலேயாவை விட்டு யோர்தானுக்கு அருகே அவனிடத்தில் வந்தார். யோவான் அவருக்கு தடை செய்து, நான் உம்மாலே ஞானஸ்நானம் பெற வேண்டியதாயிருக்க நீர் என்னிடத்தில் வரலாமா என்றான். இயேசு அவனுக்கு பிரதியுத்தரமாக, இப்பொழுது இடம் கொடு, இப்படி எல்லா நீதியும் நிறைவேற்றுவது நமக்கு ஏற்றதா இருக்கிறது என்றார். அப்பொழுது அவருக்கு இடம் கொடுத்தான். இயேசு ஞானஸ்நானம் பெற்று ஜலத்திலிருந்து கரையேறின உடனே இதோ வானம் அவருக்கு திறக்கப்பட்டது. தேவாவி புறாவை போல இறங்கி தம்மேல் வருகிறதை கண்டார். அன்றையும் வானத்திலிருந்து ஒரு சத்தம் உண்டாகி, இவர் என்னுடைய நேசகுமாரன், இவரில் பிரியமாயிருக்கிறேன் என்று உரைத்தது. ஹல்லேலூயா.